നോ 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 മാക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, CPM ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വസ്തുതകൾ വഴിതിരിച്ചു വിടരുത്. മാക്സവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതൽ എന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. എന്നാൽ ചൂണ്ടിക്കാണിച്ച കാര്യം അത് ഒരു പൊതുവേദിയാണ്. അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചിലയിടത്ത്, അതിതിൽ മാത്രമല്ല, ആളുകളെല്ലാം കക്ഷി മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് അവരുടെ ഗൂഢ അജണ്ടയുടെ പ്രചാരണത്തിൻ്റെ മറയായിട്ട് ചിലയിടത്ത് ഉപയോഗിക്കുന്ന അത് പൊതുവെ സമൂഹത്തിലുണ്ട്. ഇത്തരം വേദികളിലും അത്തരം ശക്തികൾ, അതിൽ സംഘപരിവാരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDPI ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ദുർബലപ്പെടുത്തുന്നതിന് പരിശ്രമിക്കുന്നവരാണ്. അത്തരം ശക്തികൾ ഇത്തരം വേദികളിൽ നുഴഞ്ഞു കയറി എന്നിട്ട് ഇതിനെ ഹൈജാക്ക് ചെയ്ത് അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ഉള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ മാക്സവനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇത്തരത്തിലുള്ള അത്തരം നീക്കങ്ങൾക്കെതിരായുള്ള പൊതുജാഗ്രത വേണം. അല്ല, അതിന്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾ വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. സംശയം വരാനുള്ള കാരണം ചിലയിടത്ത് അങ്ങനെയുള്ള ചില പരിശ്രമങ്ങൾ അവർ നടത്തുന്ന അത് ശ്രദ്ധയിൽ പൊതുസമൂഹത്തിലുണ്ട്. അപൂർവം ചിലയിടത്ത് അത് പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആർക്കാണിത് അറിഞ്ഞുകൂടാത്തത്? സംഘപരിവാരും ജമാഅത്തെ ഇസ്ലാമിയും SDPI എല്ലാം അങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ നുഴഞ്ഞു കയറാനും അതിനെ അവരുടെ വർഗീയ അജണ്ടയുടെ പ്രചാരണത്തിൻ്റെ വേദിയാക്കി മാറ്റാനുമുള്ള പരിശ്രമം നടത്തും. കാരണം മതവിശ്വാസികളാണല്ലോ, വ്യത്യസ്ത മതവിശ്വാസികൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരെല്ലാം മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അങ്ങനെ മതനിരപേക്ഷ മനസ്സുള്ള മതവിശ്വാസികൾ ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിലടക്കം നുഴഞ്ഞു കയറി ആ അവരുടെ എല്ലാം മതവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് എന്നിട്ട് അത് വർഗീയ പ്രചരണത്തിന് വേണ്ടി മെല്ലെ മെല്ലെ തങ്ങളുടെ കൂടെ അണിനിരത്താനുള്ള പരിശ്രമങ്ങൾ ഇത്തരം ശക്തികൾ നടത്തും. അതെല്ലാവരും ഉണ്ട്. അതെല്ലാവരും മീൻസ് സംഘപരിവാർ, ജമാഅത്തെ ഇസ്ലാമി, SDPI. അത്തരം നീക്കങ്ങൾ നാടിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം ദുർബലപ്പെടുത്തും. അതിനെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. നമ്മുടെ നാടിൻ്റെ സമൂഹം എന്ന് പറയുന്ന നാടെന്ന് പറയുന്നത് പ്രബലമായ കരുത്തുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു നാടാണ്. അത് ദുർബലപ്പെട്ടു പോയാൽ നാട് തകരും. അപ്പോൾ ഒരു ജാഗ്രത പൊതുസമൂഹം ഇതെല്ലാം സംബന്ധിച്ച് പുലർത്തണം. ഇത്രയേ ഉള്ളൂ. ശരി, ഇത് അതൊന്നും പരിഹരിക്കാൻ ഞാനില്ലെന്ന്, അത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? CPMന്റെ കാര്യത്തിൽ എല്ലാ വർഗീയതയെയും ഞങ്ങൾ ശക്തമായി എതിർക്കുന്നവരാണ്. അതേതെങ്കിലും ഒന്ന് എന്നുള്ളതല്ല, എല്ലാ വർഗീയതയെയും ഞങ്ങൾ ശക്തമായിട്ട് തന്നെ എതിർക്കാറുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കത്തെയും അനുകൂലിക്കുന്ന പിന്തുണക്കുന്ന പ്രശ്നം CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. എല്ലാ മതത്തിലുമുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ മതവിശ്വാസികൾ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ ജനവിഭാഗങ്ങളുടെ യോജിച്ച മുന്നേറ്റം ശക്തിപ്പെടുത്തി എല്ലാ വർഗീയതയും എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് ഞങ്ങൾ തുടരും. നിങ്ങൾ ഇതൊരു പൊതു ജാഗ്രത പാലിക്കണമെന്ന്. അത്
അതെ, സംഘപരിവാരം ഉണ്ടല്ലോ. ഇതെല്ലാം ഒരേ നാണയത്തിന്റെ വ്യത്യസ്ത വശങ്ങളാണ്. ഇതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മാഷെ, അപ്പൊ സംഘടനയ്ക്കെതിരെയല്ല മാഷ് സംസാരിച്ചത്. ഈ സംഘടനയെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? മാഷിന്റെ അഭിപ്രായം എന്താണ്? ഈ സംഘടന മെക്സവൻ എന്ന് പറയുന്ന മെക്സവൻ എന്നുള്ള സംഘടന അത് ആരംഭകാലത്ത് ഏതോ ഒരു മുൻ സൈനികൻ തുടങ്ങിയതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതൊന്നും ഇത്തരം ഉദ്ദേശത്തിലൊന്നും ആരംഭിച്ചതായിരിക്കില്ല. അതിനകത്തേക്ക് ഇത് കുറെ കൊല്ലങ്ങളായിട്ട് വരുന്നതല്ലേ. ഇത് പലയിടത്തും വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതൽ എന്നുള്ള നിലയിൽ അത് നല്ലതാണ്. വ്യായാമമുറ ശീലിക്കുന്നതും തുടരുന്നതും ഒക്കെ ഈ രോഗവിമുക്തിക്ക് നല്ലതാണല്ലോ. ആ നിലയിൽ അതിനെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കേണ്ടതും പിന്തുണക്കേണ്ടതുമല്ലേ. എന്നാൽ അതുപോലുള്ള പൊതു ഇടങ്ങളിൽ ഇതുപോലുള്ള ശക്തികൾ, അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, സംഘപരിവാരും ജമായത്തെ ഇസ്ലാമിയും SDPIയും പോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും നുഴഞ്ഞു കയറി അവരുടെ ആശയ പ്രചരണത്തിന്, ജനങ്ങളുടെ ഐക്യം ദുർബലപ്പെടുത്തുന്നതിന്, നാടിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിനുള്ള നീക്കത്തിനു വേണ്ടി അവർ പ്രയോജനപ്പെടുത്തുന്നതിനെതിരായിട്ട് അത്തരം ശ്രമങ്ങൾ നടത്തുന്നതിനെതിരായി പൊതുജാഗ്രത സമൂഹം പുലർത്തണം. അതിനെന്താ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനം സമൂഹം പുലർത്തേണ്ട പൊതുജാഗ്രതയാണ്. അതാണ് പ്രധാനം ജനങ്ങൾക്കിടയിൽ. വേണ്ടാത്തതിനൊന്നും ഞാനില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനമല്ലേ നിങ്ങളുടെ ജോലി. അതെ, ഞങ്ങൾ സമൂഹത്തെ ജാഗ്രതപ്പെടുത്താനുള്ള നീക്കം